22ാമത് റഷ്യ-ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ഊർജ്ജ മേഖലയിൽ നിർണായക കരാറുകൾ ഒപ്പുവയ്ക്കാൻ സാധ്യത. യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ച ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണ് ഇത്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണ് ഇന്നും നാളെയുമായി നടക്കുക. 22ാമത് ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് റഷ്യൻ സന്ദർശനമെങ്കിലും ഊർജ്ജം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. മോസ്കോയിൽ വിമാനമിറങ്ങിയ മോദിയെ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മൻട്രോ സ്വീകരിച്ചു. നാളെ രാവിലെ മോസ്കോയിലെ ഹോട്ടലിൽ മോദി റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. തുടർന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികരുടെ സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിക്കും. ആണവോർജ്ജ സാങ്കേതികവിദ്യയെപ്പറ്റി റഷ്യൻ ആണവോർജ്ജ കമ്മീഷനായ റോസഡത്തിന്റെ പ്രദർശനവും വീക്ഷിക്കും. മറ്റ് ഔദ്യോഗിക ചർച്ചകളും ക്രെംലിനിൽ നടക്കും. എണ്ണ, LNG എന്നിവയിൽ ദീർഘകാല കരാറുകളും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴി, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്ര ഇടനാഴി തുടങ്ങിയ പദ്ധതികളും ചർച്ചയായേക്കും. പുതിയ പ്രതിരോധ കരാറുകൾ ഒപ്പിടില്ലെങ്കിലും S-400 മിസൈൽ വേഗത്തിലാക്കാനും മോദി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24.